ഹായ് ഓൾ. അപ്പോൾ അഭിഷേക് ശർമ്മ വീണ്ടും ഫ്ലോപ്പായിരിക്കുകയാണ്. തുടർച്ചയായി തന്നെ അഭിഷേക് ശർമ്മ മൂന്നാം തവണയും ഡക്കായി പുറത്താവുന്ന ഒരു കാഴ്ചയാണ് T20 വേൾഡ് കപ്പിൽ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അഭിഷേക് ശർമ്മയെ ഇന്ന് ഒരു സെഞ്ചുറി പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയതെങ്കിൽ ഇന്നും ഡക്കായിട്ടാണ് പോയത്. അതും നെതർലാൻഡ്സ് പോലുള്ള ഒരു ടീമിനെതിരെയാണ് ഇന്ന് ഡക്കായിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ശർമ്മയുടെ പെർഫോമൻസിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം മുന്നേ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു അഭിഷേക് ശർമ്മ. ഒരു കളിയിൽ ഡക്കായാലും അടുത്ത കളിയിൽ 70 സ്കോർ ചെയ്ത് തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഇപ്പോഴും അഭിഷേക് ശർമ്മയെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പുള്ളിയുടെ മറ്റ് മത്സരങ്ങളിൽ പുള്ളി നന്നായി പെർഫോം ചെയ്ത ബാറ്റ്സ്മാനാണ്. ഇനിയും തിരിച്ചു വരാൻ അവസരമുണ്ട് അഭിഷേക് ശർമ്മയ്ക്ക്. അതുകൊണ്ട് ടീം മാനേജ്മെൻറ്റ് ഇനിയും അഭിഷേക് ശർമ്മയെ തന്നെ നിർത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു പ്ലെയർ അല്ല. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മുന്നെയൊക്കെ പേസർമാരെയാണ് അഭിഷേക് ശർമ്മ ഈ പവർ പ്ലേ ഓവറുകളിൽ നേരിട്ടതെങ്കിൽ ഇപ്പോൾ സ്ട്രാറ്റജി ഒപ്പണന്റ് ടീംസ് മാറ്റിയിരിക്കുകയാണ്. സൽമാൻ ആഗയുടെ പന്തിൽ പാകിസ്ഥാനെതിരെ അഭിഷേക് ഔട്ടായത് നമ്മൾ കണ്ടതാണ്. 3 പന്ത് ഫേസ് ചെയ്ത് 4-ാം ബോളിൽ ഔട്ടാവുകയാണ് ചെയ്തത്, ക്യാച്ച് ആവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ന് നെതർലാൻഡ്സിൻ്റെ ഒപ്പരവും അവരുടെ ദത്ത് എന്ന് പറയുന്ന സ്പിന്നർ 3 പന്ത് ചെയ്ത് 3-ാമത്തെ പന്തിൽ അഭിഷേകിനെ ഔട്ടാക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഒപ്പണന്റ് ടീംസ് അഭിഷേകിനെതിരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പവർ പ്ലേ ഓവറുകളിൽ അഭിഷേക് അടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അഭിഷേകിന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുകയാണ്. മറ്റ് ടീമുകൾ അഭിഷേകിനെ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇനിയും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ വേണമെങ്കിൽ സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ ചാൻസ് കൊടുക്കാവുന്നതാണ്. കാരണം സഞ്ജു സാംസന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ സഞ്ജു സാംസണ് 2 സെഞ്ചുറി ഉണ്ട്. അതും സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ പോയി 2 തുടരെ 50 ബോളുകളിൽ സെഞ്ചുറി നേടിയ ഒരു ചരിത്രം സഞ്ജുവിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ഫസ്റ്റ് മാച്ചിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ സഞ്ജുവിന് അവസരം കൊടുക്കുന്നതായിരിക്കും ടീം മാനേജ്മെൻറ്റിന് നല്ലത്. കാരണം ആദ്യത്തെ മാച്ച് തന്നെ വീണ്ടും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാച്ചും കൂടി ഇന്ത്യക്ക് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ മാച്ച് എങ്ങനെയും സൂപ്പർ 8-ൽ ജയിച്ച് കയറുക എന്നതാണ് ഇന്ത്യയുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനുള്ളത് എന്നാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അഭിഷേക് ശർമ്മ ഇപ്പോൾ ഒരു ഫോം ഔട്ടിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും അടുത്ത മത്സരം സഞ്ജുവിന് ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അഭിഷേകിനെ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അതാണ്. പിന്നെ തിലകും സൂര്യയും മിഡിൽ ഓവറിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ ബാറ്റ്സ്മാൻ അടിച്ചേ തീരൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്.